അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലിയോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്കും കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് തരി കാച്ചിയതാണ് കേട്ടോ. തരി കാച്ചിയതെന്നും പറയും, റവ കാച്ചിയതെന്നും പറയും കേട്ടോ, തരിക്കഞ്ഞിന്നും പറയും. അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കാലിട്ടാ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ചുടുവെള്ളത്തിൽ പാൽപ്പൊടി കലക്കിങ്ങാണ്ട് ആവശ്യത്തിനുള്ള ഗ്ലാസ്, അതായത് ഇപ്പോൾ ഞങ്ങൾ 2-3 പേരുള്ളൂ, അതുകൊണ്ട് ഒരു 2 ഗ്ലാസ് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നല്ല ചുടുവെള്ളത്തിൽ പാൽപ്പൊടി ഇട്ട് നല്ലോണം കലക്കിങ്ങാണ്ട് ഞാൻ ഗ്യാസ് സ്റ്റോമ കയറ്റി വെച്ചിട്ടുണ്ടാ. പിന്നെ എന്താ പറയുക, പാൽ വെച്ചിട്ടുണ്ടാക്കാം, പാൽപ്പൊടി വെച്ചിട്ടുണ്ടാക്കട്ടെ. എൻ്റെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടി എടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊണ്ട് ഒരു നുള്ളു ഉപ്പും അതിലൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് അതിൽ 2-4 ഏലക്കായി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് റവ എടുത്താൽ മതി കേട്ടോ. അതിന് അത്യാവശ്യം ഉണ്ടായിരിക്കും കേട്ടോ. അതിലും കുറവാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് സേമിയം കൂടി ഇട്ട് കൊടുക്കുക. ആ അളവിൽ തന്നെ കുറച്ച് സേമിയം കൂടി ഇട്ടെടുത്തതിന് ശേഷം അത് നല്ലോണം വെന്ത് പാകായാലും നമുക്ക് ചെറിയ ഉള്ളി നല്ല നെയ്യിലൊന്ന് തൂമിച്ചിങ്ങാണ്ട് കണ്ട് ഒഴിച്ചെടുത്താൽ റവ കാച്ചിയത് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ എത്രക്കുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.